ഇടതുപക്ഷത്തിന്റെ ഉരുക്കുകോട്ടകളിൽ വിള്ളൽ വീഴുന്നു. പയ്യന്നൂരിലും തലശ്ശേരിയിലും LDF ക്യാമ്പുകൾ അക്ഷരാർത്ഥത്തിൽ ഞെട്ടലിൽ തന്നെയാണ്. കാരണം ഒറ്റൊന്നു മാത്രമാണ്. ജയിച്ച അവരുടെ സ്ഥാനാർത്ഥി അയോഗ്യനാകാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കുമ്പോഴായിരുന്നു പരോൾ എന്ന അനുഗ്രഹം നൽകി നിഷാദ് എന്ന പ്രതിയെ പുറത്തിറക്കിയത്. എന്നാൽ സത്യപ്രതിജ്ഞ എന്ന കടമ്പ കടക്കാൻ സഖാക്കന്മാർക്ക് കഴിഞ്ഞില്ല. പക്ഷേ അതുകൊണ്ടൊന്നും ഒരു കുറ്റവാളിയെ മത്സരിപ്പിച്ച് കൗൺസിലറാക്കിയതിൽ നിന്നും തലയൂരാൻ CPM-നെ കോൺഗ്രസ് അനുവദിക്കില്ല. പോലീസിനെ ബോംബെറിഞ്ഞ കുറ്റത്തിന് 20 വർഷം ശിക്ഷിക്കപ്പെട്ട നിഷാദ് മത്സരിച്ച് വിജയിച്ച പയ്യന്നൂർ നഗരസഭയിലെ 46-ാം വാർഡിലെ തെരഞ്ഞെടുപ്പ് ഫലം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടാണ് കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചിരിക്കുന്നത്. തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായ VK നിഷാദ് വോട്ടെടുപ്പ് നടക്കും മുൻപ് ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ കഴിയുകയായിരുന്നു. എന്നാൽ തെരഞ്ഞെടുപ്പിൽ CPM ശക്തി കേന്ദ്രമായ വാർഡിൽ മികച്ച ഭൂരിപക്ഷത്തോടെ നിഷാദ് ജയിക്കുകയായിരുന്നു. പക്ഷേ വാർഡ് കൗൺസിലറായി നിഷാദിന് സ്ഥാനമേൽക്കാനായില്ല. ജയിലിലായതുകൊണ്ട് തന്നെ സത്യപ്രതിജ്ഞ നടത്തുവാൻ കഴിയാഞ്ഞതാണ് തിരിച്ചടിയായത്. പിന്നീട് കേസിൽ VK നിഷാദിന് തുടരെ പരോൾ അനുവദിക്കുന്നത് വിവാദമായി മാറി. കൗൺസിലർ സത്യപ്രതിജ്ഞ നടത്താത്ത സാഹചര്യത്തിൽ ഗുരുതരമായ കുറ്റകൃത്യം നടത്തിയ കുറ്റവാളി എന്ന സാഹചര്യം കൂടെ പരിഗണിച്ച തിരഞ്ഞെടുപ്പ് ഫലം റദ്ദാക്കണം എന്നാണ് കോൺഗ്രസ് പരാതിയിൽ ആവശ്യപ്പെടുന്നത്. പയ്യന്നൂരിലെ കോൺഗ്രസ് നേതാവ് രൂപേഷാണ് പരാതിക്കാരൻ. CPIM സ്ഥാനാർത്ഥിയായിരുന്ന VK നിഷാദ് 536 വോട്ടിനാണ് വാർഡിൽ നിന്നും വിജയിച്ചത്. പോലീസ് ഉദ്യോഗസ്ഥരെ ബോംബെറിഞ്ഞ് വധിക്കാൻ ശ്രമിച്ചു എന്ന കേസിലാണ് DYFI ബ്ലോക്ക് സെക്രട്ടറി കൂടിയായ നിഷാദിനെതിരെ 20 വർഷം തടവിനും പിഴയ്ക്കും വിധിച്ചത്. തളിപ്പറമ്പ് അഡീഷണൽ സെഷൻ കോടതിയായിരുന്നു വിധി പുറപ്പെടുവിച്ചത്. നാമനിർദ്ദേശക പത്രിക സമർപ്പിച്ചതിന് ശേഷമായിരുന്നു വിധി വന്നതും. അതുകൊണ്ട് തന്നെ മത്സരിക്കുന്നതിന് അയോഗ്യത ഉണ്ടായിരുന്നില്ല. പത്രിക പിൻവലിക്കാനുള്ള അവസാന ദിവസത്തിലാണ് കേസിൽ നിഷാദിനെ കുറ്റക്കാരനായിട്ട് കണ്ടെത്തിയത്. ജയിലിൽ കിടന്നാണ് നിഷാദ് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത് പോലും. എന്നാൽ അധികൃതരടക്കം ആശയക്കുഴപ്പമുള്ളതുകൊണ്ട് സത്യപ്രതിജ്ഞയെക്കുറിച്ച് ആലോചിച്ചേയില്ല. കേസിൽ 10 വർഷം തടവ് അനുഭവിച്ചാൽ മതിയെങ്കിലും തെരഞ്ഞെടുക്കപ്പെട്ട തീയതി മുതൽ 30 ദിവസത്തിനകം സത്യപ്രതിജ്ഞ ചെയ്തില്ല എങ്കിൽ ചട്ടപ്രകാരം അംഗത്വം നഷ്ടപ്പെടുകയും സ്ഥാനം സ്വമേധയാ ഒഴിഞ്ഞതായിട്ട് കമ്മീഷൻ പ്രഖ്യാപിക്കുകയും ചെയ്തേക്കും. നിയമസഭയിൽ പ്രതിപക്ഷം ഉന്നയിച്ച ഒരു പ്രധാന വിഷയമായിരുന്നു CPM നേതാക്കൾക്ക് ഇടയ്ക്കിടയ്ക്ക് ജയിലിൽ നിന്നും പരോളിൽ ഇറങ്ങുന്നത്. നിഷാദിനെ കൂടാതെ TP വധക്കേസിലെ പ്രതികൾക്കും ഇത്തരത്തിൽ ചട്ടവിരുദ്ധമായിട്ട് പരോൾ നൽകിയിരുന്നു. അതിന്റെ പേരിൽ 15-ാം നിയമസഭ സമ്മേളിച്ച വേളയിൽ TP ചന്ദ്രശേഖരന്റെ അടക്കം വിഷയം സഭയിൽ ഉന്നയിച്ച KK രമ ഉൾപ്പെടെയുള്ള പ്രതിപക്ഷാംഗങ്ങൾ ഭരണപക്ഷത്തെ വിറപ്പിച്ചത് നമ്മൾ പലപ്പോഴും കണ്ടതാണ്. CPM-ന്റെ ആക്രമണ രാഷ്ട്രീയത്തെക്കുറിച്ചുള്ള രമയുടെ ചോദ്യങ്ങൾക്ക് പലപ്പോഴും മുഖ്യമന്ത്രി തലതാഴ്ത്തി ഇരിക്കേണ്ടി വന്നതും നമ്മൾ കണ്ടതാണ്. നടുത്തോളം വിറപ്പിച്ചായിരുന്നു ഓരോ ചോദ്യങ്ങളും പ്രതിപക്ഷം ചോദിച്ചത്. ഈ കേരളം കണ്ട ഏറ്റവും വലിയ രാഷ്ട്രീയ കൊലപാതകമായ TP ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾക്ക് ഇഷ്ടത്തിനുള്ള ജാമ്യമായിരുന്നു കൊടുത്തത്. അവർക്ക് ജയിലിൽ VIP പരിഗണന കിട്ടുന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഹൈക്കോടതി പോലും പരോൾ നൽകുന്നതിനെതിരെ ആഞ്ഞടിച്ചതും നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് നിഷാദിന്റെ വിഷയം ചുമ്മാതെ വിടാൻ കോൺഗ്രസ് തീരുമാനിച്ചിട്ടില്ല എന്നതിന്റെ പ്രധാന കാരണം CPM-ന്റെ ആക്രമണ രാഷ്ട്രീയം കോൺഗ്രസ് ഇനിയും വെച്ചുപൊറപ്പിക്കില്ല എന്ന് തന്നെയാണ്. ചോര കൊണ്ടെഴുതിയ രാഷ്ട്രീയം പറയുന്ന CPM എപ്പോഴും ആക്രമണകാരികൾക്കൊപ്പമേ നിൽക്കാറുള്ളൂ. അതിന്റെ ഏറ്റവും ഒടുവിലത്തെ തെളിവാണിത്. ജയിലിൽ കിടക്കുന്ന CPM കൗൺസിലർ. അതിലവർ എത്ര അഹങ്കരിച്ചിരുന്നോ അത്രയ്ക്ക് തന്നെ തിരിച്ചടി നിങ്ങൾക്ക് വരും നാളുകളിൽ കിട്ടിയിരിക്കും.